ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലുമായി കൂടിക്കാഴ്ച നടത്തി. വഖഫ് ബിൽ ചരിത്ര നിമിഷമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ. ചാലക്കുടി ദേശീയപാതയിൽ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഗതാഗത പരിഷ്കാരം ശനിയാഴ്ച മുതൽ നടപ്പിലാക്കും. ചിറങ്ങര അടിപ്പാത നിർമ്മാണത്തെ തുടർന്നുള്ള ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനാണ് പരിഷ്കാരം. മാള അമ്പഴക്കാട് 6 ആടുകളെ കൂട്ടിൽ ചത്ത നിലയിൽ കണ്ടെത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമേ ആടുകൾ ചത്ത കാരണം വ്യക്തമാവുകയുള്ളൂവെന്ന് മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർ. ആനക്കുണ്ട് ബണ്ട് വികസനം പാതിവഴിയിൽ നിലച്ചു. കാട്ടകമ്പാൽ പോർക്കുളം പഞ്ചായത്തുകളിലായി കിടക്കുന്ന ആനക്കുണ്ട് ബണ്ടാണ് അധികൃതരുടെ അനാസ്ഥ മൂലം പാതിവഴിയിൽ നിലച്ചത്. പ്രളയത്തിൽ ഒലിച്ചുപോയ തെക്കുംകര പട്ടിയാംകുന്ന് പാലത്തിന്റെ നവീകരണം വൈകുന്നു. തുടർ നടപടിയെടുക്കാതെ കരാറുകാരനും ഇറിഗേഷൻ വകുപ്പും. വാർത്തകൾ വിശദമായി. വഖഫ് ബിൽ ചരിത്ര നിമിഷമാണെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലുമായി ബിഷപ്പ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാവർക്കുമൊപ്പം എല്ലാവർക്കും വേണ്ടി എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയം. നോക്കുകൂലി മാത്രമുള്ള കേരളമല്ല, തൊഴിലും നിക്ഷേപവുമുള്ള കേരളമാണ് ബിജെപിയുടെ ലക്ഷ്യമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ബിജെപി സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ, ഷോൺ ജോർജ്, അഡ്വക്കേറ്റ് S സുരേഷ്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ തുടങ്ങിയവർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാണുന്നത്, ഞങ്ങളുടെ നരേന്ദ്രമോദിജി എപ്പോഴും പറയും എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി ആണ് നമ്മുടെ പ്രവർത്തനം. അതാണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആരാണെങ്കിലും മതവും സമുദായവും ഒന്നും നോക്കാണ്ട് സബ്കാ സാത്ത് സബ്കാ വികാസാണ് ഞങ്ങളുടെ ഐഡിയോളജി. ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവായ നരേന്ദ്രമോദിജി കഴിഞ്ഞ 11 കൊല്ലമായിട്ട് ചെയ്യുന്നത് ഇന്ത്യയിലും എല്ലാവരോടൊപ്പം എല്ലാവർക്കും വേണ്ടി. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഇത് മുൻപത്തെ ഇഷ്യൂ ആയിരുന്നു, മുൻപത്തെ ജനങ്ങളുടെ പ്രശ്നമായിരുന്നു. കേരളത്തിൽ എവിടെ ആരെങ്കിലാണെങ്കിലും BJP NDA എന്ന ഒരു പാർട്ടി ഞങ്ങളുടെ ഒരു ദൗത്യമാണ്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കൊരട്ടിപ്പള്ളിയിലെത്തി വഴിപാട് നടത്തി. പൂവൻകുല വഴിപാടിന് ശേഷം കൊരട്ടിമുത്തിക്ക് പട്ടും സമർപ്പിച്ചു. വഖഫ് നിയമ ഭേദഗതി ബില്ല് രാജ്യസഭയിൽ പാസായതിന് പിന്നാലെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പള്ളിയിലെത്തിയത്. കഴിഞ്ഞ തിരുനാൾ സമയത്ത് കൊരട്ടിപ്പള്ളിയിലെത്തിയ സുരേഷ് ഗോപിയോട് മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ ഇടപെടണമെന്ന് പള്ളി അധികൃതർ അഭ്യർത്ഥിച്ചിരുന്നു. വികാരി ഫാദർ ജോൺസൺ കക്കാട്ടും ട്രസ്റ്റിമാരും ചേർന്ന് കേന്ദ്രമന്ത്രിയെ സ്വീകരിച്ചു. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സന്ദർശനം നടത്തി. ക്ഷേത്രത്തിലെത്തിയ സുരേഷ് ഗോപിയെ ദേവസ്വം ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ വികസനത്തിനായി 110 കോടിയുടെ പദ്ധതി പ്രസാദ് പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ളത് പരിഗണിക്കണമെന്ന് ചെയർമാൻ കേന്ദ്രമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. മാധ്യമങ്ങളോട് സുരേഷ് ഗോപി പ്രതികരിക്കാൻ തയ്യാറാകാതിരുന്ന സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് തന്നെ നഷ്ടപ്പെടുകയാണെന്ന് പറഞ്ഞു. BJP നേതാക്കളായ AR ശ്രീകുമാർ, കൃപേഷ് ചെമ്മണ്ട, ആർച്ച അനീഷ്, അമ്പിളി ജയൻ എന്നിവരും കേന്ദ്രമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ചാലക്കുടി ദേശീയപാതയിൽ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഗതാഗത പരിഷ്കാരം ശനിയാഴ്ച മുതൽ നടപ്പിലാക്കും. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ചിറങ്ങര അടിപ്പാത നിർമ്മാണത്തെ തുടർന്നുള്ള രൂക്ഷമായ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് ഗതാഗത പരിഷ്കാരം ഏർപ്പെടുത്തുന്നത്. ദേശീയപാതയിൽ രാത്രിയിൽ പോലീസ് ബൈക്ക് പെട്രോളിംഗ് നടത്തും. ഗതാഗത ക്രമീകരണങ്ങൾക്കായി ഫ്ളാഗ്മാൻ ഉൾപ്പെടെ ആവശ്യമായ ജീവനക്കാരെ നിയോഗിക്കും. റോഡിന് ഇരുവശവും ലൈറ്റിംഗ് സൈൻ ബോർഡുകൾ തുടങ്ങിയ സുരക്ഷാ മുൻകരുതലുകൾ ദേശീയപാത അധികൃതർ സ്ഥാപിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്ന് കളക്ടർ RTOക്ക് നിർദ്ദേശം നൽകി. റൂറൽ SP B കൃഷ്ണകുമാർ, ദേശീയപാത അതോറിറ്റി പ്രോജക്ട് ഡയറക്ടർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഓൺലൈനായി ചേർന്ന യോഗത്തിൽ പങ്കെടുത്തു. മാള അമ്പഴക്കാട് 6 ആടുകളെ കൂട്ടിൽ ചത്ത നിലയിൽ കണ്ടെത്തി. ചേറ്റിപ്പറമ്പിൽ ഗോപിയുടെ വീട്ടിലെ ആടുകളാണ് ചത്തത്. ഇതിൽ 2 ആടുകളുടെ മാംസം പകുതിയില്ലാത്ത നിലയിലാണ്. വനംവകുപ്പ് വെറ്റിനറി സർജൻ ഡോക്ടർ ഡേവിഡ് എബ്രഹാം സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തി.
തിങ്കളാഴ്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമേ ആടുകൾ ചത്തതിന്റെ കാരണം വ്യക്തമാവുകയുള്ളൂവെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ആടുകളെ കൊന്നത് പുലിയാണ് എന്ന നിലയിൽ നാട്ടിലാകെ അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ പുലിയല്ല എന്ന സൂചനയാണ് വനംവകുപ്പ് അധികൃതർ നൽകിയത്. മേഖലയിൽ നിന്ന് 3.5 കിലോമീറ്റർ അകലെ കഴിഞ്ഞ ദിവസം പുലിയെ കണ്ടതിനാലാണ് നാട്ടുകാർ ആദ്യം സംശയം പ്രകടിപ്പിച്ചത്. സ്ഥലത്തെത്തിയ ജില്ലാ വെറ്റിനറി ചീഫ് ഡോക്ടർ TU ഷാഹിനയുടെ നേതൃത്വത്തിൽ ഡോക്ടർമാരായ KA സാബു, PS അഭിലാഷ്, സുനിത, കരുണാകരൻ, രജിത, പ്രകാശൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നത്. വിശദമായ പരിശോധനകൾക്കായി ഒരാടിനെ മണ്ണുത്തി വെറ്ററിനറി കോളേജിലേക്ക് മാറ്റി. 12 മണിക്ക് ശേഷമാണ് ഞാൻ കിടന്നത്. അതിന് ശേഷം രാവിലെ ഒരു ആടിനെ ചവിട്ടിക്കാൻ വേണ്ടി ഒരു പാട്ടി കൊണ്ടുവന്നപ്പോൾ ഒരാളിങ്ങനെ പുറത്തിറങ്ങുന്നുണ്ട്. അപ്പം ഇനി വല്ല കഴുത്ത് കൊണ്ടിന്ന് നോക്കിയപ്പോഴും ഉള്ളിൽ 5 എണ്ണം വേറെ ചെത്തിറങ്ങുന്നു. 2 എണ്ണത്തിൽ തിന്നുന്നുണ്ട്, ബാക്കിയൊക്കെ കഴുത്തിൽ ഇങ്ങനെ വലിയ മുറിവുകൾ. ആനക്കുണ്ട് ബണ്ട് വികസനം പാതിവഴിയിൽ നിലച്ചു. കാട്ടകമ്പാൽ, പോർക്കുളം പഞ്ചായത്തുകളിലായി കിടക്കുന്ന ആനക്കുണ്ട് ബണ്ടാണ് അധികൃതരുടെ അനാസ്ഥ മൂലം പാതിവഴിയിൽ നിലച്ചത്. മേഖലയിലെ ഏറ്റവും വലിയ ജലസ്രോതസ്സായ ആനക്കുണ്ട് ബണ്ടിന്റെ ആഴം കൂട്ടി വികസിപ്പിക്കാൻ നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ മണ്ണെടുപ്പുമായി ഉണ്ടായ വിവാദമാണ് പദ്ധതി പാതിവഴിയിൽ നിലയ്ക്കാൻ ഇടയാക്കിയത്. ബണ്ടിലെ ചെളി നിറഞ്ഞ കളിമണ്ണ് വാങ്ങാൻ 3 കോടി രൂപ ആദ്യം ടെൻഡർ നടപടിയിലൂടെ ഉറപ്പിച്ചിരുന്നു. എന്നാൽ ടെൻഡർ എടുത്ത ആൾ പിന്മാറിയതോടെ പദ്ധതി വൈകി. വീണ്ടും റീടെൻഡർ നടത്തി വിൽപ്പന നടത്തിയെങ്കിലും പുതുതായി ഏറ്റെടുത്ത കരാറുകാരനും പിന്മാറി. ബണ്ടിൽ നിന്ന് മണ്ണ് കോരിയെടുക്കാൻ കരാറെടുത്തയാൾ മണ്ണ് ബണ്ടിന് സമീപം തന്നെ കൂട്ടിയിട്ടു. മഴക്കാലത്ത് ഈ മണ്ണെല്ലാം ബണ്ടിലേക്ക് ഒലിച്ചിറങ്ങിയതായി കർഷകർ ആരോപിച്ചു. ആനക്കുണ്ട് വികസനം തുടരുമെന്ന് അധികൃതർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതിനുള്ള നടപടികൾ ഒന്നും എടുക്കുന്നില്ലെന്നാണ് കർഷകരുടെ ആരോപണം. TCV കുന്നംകുളം. പ്രളയത്തിൽ ഒലിച്ചുപോയ തെക്കുംകര പട്ടിയാംകുന്ന് പാലത്തിന്റെ നവീകരണം വൈകുന്നു. പഞ്ചായത്ത് അംഗം, പ്രസിഡന്റ്, ഇറിഗേഷൻ വകുപ്പ് തുടങ്ങി കരാറുകാരൻ വരെ പ്രദേശവാസികളുടെ ദുരിത സാഹചര്യത്തെക്കുറിച്ച് അറിയിച്ചെങ്കിലും യാതൊരു നടപടികളുമില്ലാത്ത അവസ്ഥയാണ്. കന്നുകാലികളെ തീറ്റാൻ കൊണ്ടുപോകാനും അവറ്റങ്ങളെ കൊണ്ടുപോകാനും ഞങ്ങൾക്ക് കടക്കാനും കൃഷി ഇറക്കാൻ പോകാനും ഭയങ്കര ദുരിതമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു പരിഹാരം കണ്ടെത്തി തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. 1 വർഷം മുമ്പ് ബേസ്മെന്റ് കോൺക്രീറ്റ് ചെയ്തതല്ലാതെ മറ്റു നിർമ്മാണ ഘട്ടങ്ങൾ ഇനിയും വൈകുകയാണ്. മറുകരയിൽ ഏക്കർ കണക്കിന് പാടശേഖരങ്ങളുണ്ട്. പാടശേഖരങ്ങൾ ഉഴുതുമറിക്കാൻ ട്രാക്ടറും മറ്റും ഒട്ടേറെ ദൂരം വളഞ്ഞ് ഒരുപാട് സമയമെടുത്തു വേണം നിലവിൽ എത്തിച്ചേരാൻ എന്നതിനാൽ പരമ്പരാഗത നെൽ കർഷകരും ആശങ്കയിലാണ്. സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് പഞ്ചായത്ത് അംഗങ്ങളായ AR കൃഷ്ണൻകുട്ടി, PT മണികണ്ഠൻ എന്നിവർ പറഞ്ഞു. ഈ പാലം പണിയുന്നതിന് വേണ്ടി ഈ പാലം പൊളിച്ച് ഇവിടെ അടി ബെഡിട്ട് കഴിഞ്ഞിട്ട് 1 വർഷമായിട്ടും ഈ പാലത്തിൻ്റെ അവിടത്തേക്ക് തിരിഞ്ഞു നോക്കാൻ ഇറിഗേഷൻ അധികാരികളോ അതുപോലെ തന്നെ കരാറുകാരനോ നാളെ ഇതുവരെ തയ്യാറാകുന്നില്ല. അടിയന്തരമായി ഈ പാലം പണിതില്ലെങ്കിൽ ഈ പാലത്തിന് വേണ്ടി വൻ ശക്തമായ സമരങ്ങളുമായി ഇറിഗേഷൻ ഓഫീസിലേക്കും പഞ്ചായത്ത് ഓഫീസിലേക്കും നാട്ടുകാർക്ക് പോകേണ്ടി വരും. TCV വടക്കാഞ്ചേരി. തുമ്പൂർ മൊഴിയിൽ നിയന്ത്രണം വിട്ട കാർ കാനയിലേക്ക് മറിഞ്ഞു. ആളപായമില്ല. പോട്ട തളിയത്ത് ബെന്നി വർഗീസിന്റെ കാറാണ് ഒഴുകുന്ന കാനയിലേക്ക് വീണത്. വെറ്റിലപ്പാറയിൽ നിന്നും ചാലക്കുടിയിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. സൈബർ തട്ടിപ്പിലൂടെ ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ റിട്ടയേർഡ് അധ്യാപകനിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ യുവതിയെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് സ്വദേശിനി മരയ്ക്കാൻകടവ് പറമ്പിൽ വീട്ടിൽ ഫെമീനയാണ് അറസ്റ്റിലായത്. ട്രേഡിംഗ് വഴി വൻ ലാഭം നൽകാമെന്ന് വാഗ്ദാനം നൽകി ചെട്ടിയാൽ സ്വദേശിയായ റിട്ടയേർഡ് അധ്യാപകനായ പരാതിക്കാരനിൽ നിന്ന് 44,97,516 രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ്. ആദിത്യ ബിർളയുടെ കമ്പനിയുടെ അഡ്രസ്സും ലോഗോയും ഉപയോഗിച്ചായിരുന്നു തട്ടിപ്പ്. കോടതിയിൽ ഹാജരാക്കിയ ഫെമീനയെ റിമാൻഡ് ചെയ്തു. കാട്ടൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ER ബൈജു, സബ് ഇൻസ്പെക്ടർ ബാബു ജോർജ്, ASI മിനി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ധനേഷ്, സിവിൽ പോലീസ് ഓഫീസർ കിരൺ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. എടവിലങ്ങിൽ DYFI സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾ പോലീസ് നശിപ്പിച്ചു. പ്രതിഷേധവുമായി CPM പ്രവർത്തകർ എത്തിയതോടെ പോലീസ് പിന്മാറി. കാലടിയിൽ പച്ചക്കറി വ്യാപാരിയുടെ മാനേജരെ ആക്രമിച്ച് 22 ലക്ഷം കവർന്ന കേസിലെ പ്രതി BJP പ്രവർത്തകനായ കല്ലാടൻ ഗിരീഷിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് BJP ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാറിനെതിരെ ആരോപണമുന്നയിച്ച് സ്ഥാപിച്ച ബോർഡാണ് പോലീസ് നശിപ്പിച്ചത്. എടവിലങ്ങ് പഞ്ചായത്തിൽ പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ച ബോർഡുകൾ പോലീസ് നീക്കം ചെയ്തിരുന്നു. സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് വെച്ച ഫ്ലക്സ് ബോർഡ്
എസ് ഐ കെ സാലിമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നശിപ്പിക്കുകയായിരുന്നു. ഇതോടെ CPM ഏരിയ കമ്മിറ്റി അംഗം CA ഷഫീർ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി VH റിസ്വാൻ, പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ, KK സുരേന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. വാക്ക് തർക്കത്തിനൊടുവിൽ പോലീസ് പിന്മാറി. കുപ്രസിദ്ധ ഗുണ്ടകളായ 4 പേർക്കെതിരെ കാപ്പ ചുമത്തി നടപടികൾ സ്വീകരിച്ചു. കുപ്രസിദ്ധ ഗുണ്ട ആളൂർ തച്ചമ്പള്ളി വീട്ടിൽ ഇല നിഖിലിനെ ജയിലിലാക്കുകയും അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഗുണ്ടകളും മണലൂർ സ്വദേശികളുമായ വിഷ്ണു ഭരത്, അഖിൽ ബിബീഷ് എന്നിവരെ നാടുകടത്തുകയും ചെയ്തു. ഈ വർഷം ഇതുവരെ തൃശൂർ റൂറൽ ജില്ലയിൽ 32 പേരെ കാപ്പ പ്രകാരം ജയിലിലടച്ചു. 72 ഗുണ്ടകളെ കാപ്പ ചുമത്തി 40 പേരെ കാപ്പ പ്രകാരം നാടുകടത്തുകയും ചെയ്തു. സ്വന്തം മകളെ മറയാക്കി കോടികളുടെ അഴിമതി നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് ചാവക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ കോലവുമായി ചാവക്കാട് ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മുനിസിപ്പൽ ചത്തുരത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി വസന്തം കോർണറിൽ സമാപിച്ചു. തുടർന്ന് മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. പ്രതിഷേധ യോഗം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KV യൂസഫ് അലി അധ്യക്ഷത വഹിച്ചു. UDF ഗുരുവായൂർ നിയോജകമണ്ഡലം കൺവീനർ KV ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാക്കളായ K നവാസ്, TH റഹീം, അക്ബർ ചേറ്റുവ, KS സന്ദീപ്, നവാസ് തെക്കുംപുറം തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാത ചാവക്കാട് മണത്തലയിൽ നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. കർണാടകയിൽ നിന്ന് സ്റ്റീൽ പൈപ്പുകളുമായി എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ലോറിക്കുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ നാട്ടുകാർ പുറത്തെടുത്ത് ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. പ്രദേശത്ത് ചരക്ക് ലോറി അപകടം നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. BJP കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗണേശൻ ബലിദാന ദിനം ആചരിച്ചു. കയ്പമംഗലം ബീച്ച് പുന്നക്കച്ചാലിലുള്ള ഗണേശൻ സ്മൃതി മണ്ഡപത്തിൽ നടന്ന പുഷ്പാർച്ചനയ്ക്ക് BJP തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ, ജില്ലാ നേതാക്കളായ KP ഉണ്ണികൃഷ്ണൻ, PS അനിൽകുമാർ, BJP കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് കാർത്തിക സജയ് ബാബു, എടവിലങ്ങ് മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് തലാശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ആറാട്ടുപുഴ പൂരത്തിനുള്ള കൈപ്പന്തങ്ങൾ ഒരുങ്ങി. 2 വീതം ഒറ്റപ്പന്തങ്ങളും മുപ്പന്തങ്ങളും 18 ആറുനാഴി പന്തങ്ങളുമാണ് ആദ്യഘട്ടത്തിൽ മുല്ലമുട്ടിന്റെ ആകൃതിയിൽ ചുറ്റി തയ്യാറാക്കിയിട്ടുള്ളത്. ആറാട്ടുപുഴ ശാസ്താവിന്റെ തിരുവാതിര വിളക്കിനാണ് ആദ്യമായി പന്തം കത്തിക്കുന്നത്. തുടർന്ന് പെരുവനം പൂരം, ആറാട്ടുപുഴ തറയ്ക്കൽ പൂരം, ആറാട്ടുപുഴ പൂരം എന്നീ ദിവസങ്ങളിലും പന്തം കത്തിക്കും. ഓരോ എഴുന്നള്ളിപ്പ് കഴിയുംതോറും പന്തങ്ങൾ വീണ്ടും ചുറ്റി തയ്യാറാക്കും. ശാസ്താവ് എഴുന്നള്ളുമ്പോൾ തിരുമുമ്പിൽ ഒറ്റപ്പന്തവും അതിനു പിന്നിലായി മുപ്പന്തവും, മുപ്പന്തത്തിന് ഇരുവശങ്ങളിലും 6 നാഴിപ്പന്തങ്ങളുമാണ് പിടിക്കുക. ഓടിൽ തീർത്ത പന്തത്തിന്റെ നാഴികൾ ഓരോ വർഷവും പോളിഷ് ചെയ്യും. മനോഹരമായി പന്തങ്ങൾ ചുറ്റുന്നതിനായി ഒരു നാഴിക്ക് 1/2 കിലോ തുണി വേണ്ടിവരും. ഇതിനായി തിരുപ്പൂരിൽ നിന്നും കൊണ്ടുവന്ന 200 കിലോ തുണി മന്ദാരക്കടവിൽ വെച്ച് പുഴുങ്ങി അലക്കി ഉണക്കി ഒരുക്കിയിട്ടുണ്ട്. 6 നാഴി പന്തം 3 മണിക്കൂർ കത്തണമെങ്കിൽ 15 കിലോ വെളിച്ചെണ്ണ വേണ്ടിവരും. എഴുന്നള്ളിപ്പ് സമയത്ത് 20 മിനിറ്റ് കൂടുമ്പോൾ പന്തം വെളിച്ചെണ്ണയിൽ നനച്ചുകൊണ്ടിരിക്കും. ഇലക്ട്രിസിറ്റി സാർവത്രികമാകുന്നതിന് മുമ്പ് കൈപ്പന്തത്തിന്റെ പ്രകാശത്തിലാണ് പൂരം നടത്തി വന്നിരുന്നത്. കോലവും തിടമ്പും ആനച്ചമയങ്ങളും മറ്റും കൂടുതൽ ശോഭയോടെയും തിളക്കത്തോടെയും ദർശിക്കുന്നതിനു വേണ്ടിയാണ് പന്തങ്ങൾ വെളിച്ചെണ്ണയിൽ കത്തിക്കുന്നത്. ഊരകം MS ഭരതന്റെ നേതൃത്വത്തിൽ കുട്ടൻ, ശശി, കുട്ടപ്പൻ, രാജൻ എന്നിവരാണ് കൈപ്പന്തങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. TCV തൃശൂർ. ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായി തൃപ്രയാർ തേവർ സ്വർണ്ണക്കോലത്തിൽ പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടെ നടക്കൽ പൂരത്തിന് എഴുന്നള്ളി. പുത്തൻകുളത്തിൽ ആറാടിയ തേവർ ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളുകയും ചെയ്തു. തുടർന്ന് തേവർ ഓലക്കുട ചൂടി കാട്ടൂർ പൂരത്തിനായി പുറപ്പെട്ടു. പൂരക്കാലത്ത് പൂരം പുറപ്പാടിനും പടിഞ്ഞാറെ നടക്കൽ പൂരത്തിനും തന്ത്രിയല്ലത്തെ പൂരത്തിനും ആറാട്ടുപുഴ പൂരത്തിനും ഉത്രം വിളക്കിനും മാത്രമാണ് തേവരുടെ സ്വർണ്ണക്കോലം എഴുന്നള്ളിക്കാറുള്ളത്. ഗജവീരൻ ചിറയ്ക്കൽ പരമേശ്വരന്റെ പുറത്ത് ഓലക്കുട ചൂടി ശംഖ മദ്ദള മംഗള ധ്വനികളോടെ എഴുന്നള്ളിയ തേവരെ വഴിനീളെ ഭക്തർ നിറപറകളും നിലവിളക്കുകളുമായി എതിരേറ്റു. കാട്ടൂരിൽ കോലോത്തും കുന്നിൽ തൃപ്പൂണിത്തുറ കോവിലകത്തെ പറ സ്വീകരിക്കുന്നതിനായാണ് തേവർ പുറപ്പെട്ടത്. ആറാട്ടിന്റെ ഭാഗമായി എത്തിയ ഭക്തജനങ്ങൾക്ക് ശ്രീരാമ ഭക്ത സേവാ സമിതിയുടെ നേതൃത്വത്തിൽ ആറാട്ട് കഞ്ഞി വിതരണം ചെയ്തു.
മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയെടുക്കാൻ ശ്രമിച്ച കേസിൽ സഹകരണ ബാങ്ക് മാനേജറുടെയും ഭാര്യയുടെയും സഹോദരിയുടെയും മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി തള്ളി. കാരളം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് കാവുപ്പാറ ശാഖാ മാനേജർ കാരളം കാക്കശ്ശേരി വീട്ടിൽ ഷൈൻ, ഭാര്യ ഷീജ, സഹോദരി ലിഷ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് തൃശൂർ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയത്. 2024 കേസിനാസ്പദമായ സംഭവം. പ്രതിയായ ഷൈൻ കാരളം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ കാവുപ്പാറ ശാഖയുടെ മാനേജരായിരുന്ന സമയത്ത് 428 ഗ്രാം മുക്കുപണ്ടം ഭാര്യയുടെയും സഹോദരിയുടെയും പേരിൽ സ്വർണ്ണപ്പണയം വെച്ച് 19,54,000 രൂപ ലോൺ എടുക്കുകയായിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ KB സുനിൽകുമാർ കോടതിയിൽ ഹാജരായി. ലഹരിയുടെയും മയക്കുമരുന്നിന്റെയും ഉൽപാദന വിതരണ ശൃംഖലകളുടെ വേരറുക്കാൻ ഭരണകൂടം തയ്യാറാകണമെന്ന് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു. കേരള കോൺഗ്രസ് വനിതാ വിഭാഗമായ വനിതാ കോൺഗ്രസ് ലഹരി വ്യാപനത്തിനെതിരെ ഇരിഞ്ഞാലക്കുടയിൽ നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ മുക്കിലും മൂലയിലും ബാർ ഹോട്ടലുകളും മദ്യശാലകളും മദ്യ ഉൽപാദന കേന്ദ്രങ്ങളും തുടങ്ങുവാൻ അനുവാദം കൊടുക്കുന്ന സംസ്ഥാന സർക്കാരിനെ ലഹരിക്കും മയക്കുമരുന്നിനുമെതിരെ പോരാടാൻ കഴിയണമെന്നും ഉണ്ണിയാടൻ പറഞ്ഞു. വനിതാ വിഭാഗം നിയോജകമണ്ഡലം പ്രസിഡന്റ് മാഗി വിൻസെന്റ് അധ്യക്ഷയായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ്, ഫെനി എബിൻ, ലിംസി വർഗീസ് എന്നിവർ സംസാരിച്ചു. തൊട്ടാപ്പ് ഫോക്കസ് സ്കൂൾ പരിസരത്ത് കത്തികൊണ്ട് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പുതുവീട്ടിൽ അജ്മലിനെയാണ് ചാവക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ VV വിമലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ച രാത്രിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിനിടെയാണ് കയ്യിലിടുന്ന കത്തി ഉപയോഗിച്ച് സുഹൃത്ത് വെങ്കടങ്ങ സ്വദേശി നിസാമുദ്ദീനെ പ്രതി അജ്മൽ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. സബ് ഇൻസ്പെക്ടർ ശരത് സോമൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ EK ഹംദ്, സന്ദീപ് ഏങ്ങണ്ടിയൂർ, രജനീഷ്, രജിത്ത്, ശിവപ്രസാദ്, റോബർട്ട് എന്നിവർ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. നവീകരിച്ച പുതിയകാവ് ഈസ്റ്റ് അൽനൂർ മസ്ജിദിന്റെ ഉദ്ഘാടനം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. അൽനൂർ സെന്റർ പ്രസിഡന്റ് AS സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. പുതിയകാവ് മഹല്ല് ചീഫ് ഇമാം അനസ് അൽ ഖാസിമി, അൽനൂർ മസ്ജിദ് ഇമാം PPM ആസിഫ് ഫൈസി തിരൂർ, പുതിയകാവ് മഹല്ല് പ്രസിഡന്റ് VH സെയ്ദ് മുഹമ്മദ് ഹാജി തുടങ്ങിയവർ നേതൃത്വം നൽകി. മഹത്വമുള്ള കാര്യമാണ് പള്ളി. നമ്മുടെ പള്ളിയിൽ ജുമുഅ നല്ല നിലയിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ആശംസകൾ. പള്ളി നിർമ്മാണത്തെയും പരിപാലനത്തെയും എല്ലാം പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും അങ്ങനെ തന്നെയാണ്. വിശ്വാസികളുടെ കൂട്ടായ്മയാണ് പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മസ്ജിദുൻ നബവി പെരിഞ്ഞനം പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അംഗനവാടികൾക്ക് ബേബി ടേബിൾ, ചെയർ എന്നിവ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയ തങ്ങൾ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ER ഷീല, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമലത രാജിക്കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. എൻ്റെ ഗ്രാമം എൻ്റെ വോളി കൂട്ടായ്മയും എടത്തുരുത്തി സെയിന്റ് ആൻസ് ഗേൾസ് ഹൈസ്കൂളും സംയുക്തമായി വോളിബോൾ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചു. ഗീത സുദർശൻ വലിയ പറമ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് ജോമോൻ വലിയ വീട്ടിൽ അധ്യക്ഷത വഹിച്ചു. എടത്തുരുത്തി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഡോക്ടർ സജു K ഭൂഷൺ, പ്രൊഫസർ VK സരസ്വതി, മധു, PC രവി, KG സുഖദേവ്, KG കൃഷ്ണനുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. നിങ്ങൾക്കൊക്കെ അറിയുന്ന പേരുകൾ അരുണൻ മാഷുണ്ട്, പിന്നെ എനിക്കറിയാത്ത കുറേ പേരുകളുണ്ട്. ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞൊരു എക്സ് മിലിറ്ററി ആള് അദ്ദേഹമുണ്ട്. പിന്നെ ആയിട്ട് 55 വർഷത്തിലധികമായിട്ട് 55 വർഷം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ആളുടെ ആയുസിൻ്റെ ഒക്കെ ഒരു നല്ല സമയം കഴിയും. അപ്പോൾ തലമുറകളായിട്ട് അധികമായിട്ട് ഓരോ വർഷവും സംശയമായിരിക്കും.
പഴയന്നൂർ കല്ലേപ്പാടത്ത് നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിൽ ഇടിച്ച് പാടത്തേക്ക് തലകീഴായി മറിഞ്ഞു. ചേലക്കര സ്വദേശി മുഹമ്മദും മകനും സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. മുഹമ്മദിന്റെ കൈക്ക് നിസാരമായി പരിക്കേറ്റു. ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന് മുഹമ്മദ് പറഞ്ഞു. നെന്മാറ വേലയ്ക്ക് കച്ചവടം കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു അപകടം. പഴയന്നൂർ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. മുസ്ലിം ലീഗ് മതിലകം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മസ്കറ്റ് ബർഖ KMCC കൂളിമുട്ടം നെടുമ്പറമ്പിൽ നിർമ്മിച്ച് നൽകുന്ന ബൈത്തുർ റഹ്മയുടെ തറക്കല്ലിടൽ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ബൈത്തുർ റഹ്മ നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ SA സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. MA അഷ്റഫ് ബൈത്തുർ റഹ്മ നിർമ്മാണത്തിന്റെ ആദ്യ ഗഡു കൈമാറി. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ്, ജില്ലാ വൈസ് പ്രസിഡന്റ് SK ഹാഷിം തങ്ങൾ, പ്രവാസി വ്യവസായി സീഷോർ മുഹമ്മദ് അലി, പ്രവാസി ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജലീൽ വലിയകത്ത്, വനിതാ ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് OS നഫീസ, നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ ഷംസുദ്ദീൻ വാത്തിയടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. രാജ്യത്തിന്റെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഭരണഘടനയുടെ നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്ത മഹാരാജ്യത്തിന്റെ പാരമ്പര്യത്തെയും പൈതൃകത്തെയും മുറുകെ പിടിച്ച് രാജ്യത്തിന്റെ ഭരണഘടന സമ്മാനിച്ച അംഗങ്ങളിലെ പുനർനിർമ്മാണം എന്നുള്ളത് ജനങ്ങൾക്കിടയിലുള്ള ഐക്യവും സാഹോദര്യവും സഹവർത്തിത്വവും അതിനെ മാറ്റി നിർത്തി ഒരു രാഷ്ട്ര പുനർനിർമ്മാണം നമുക്ക് സാധ്യമല്ല. മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആകട്ടെ, മഹാത്മജി ആകട്ടെ, മഹാനായ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ആകട്ടെ, അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു മക്കം മൗലവി സാഹിബിനെ പോലെയുള്ളവർ, സീതി സാഹിബിനെ പോലെയുള്ളവർ. ഈ പശ്ചാത്തലത്തിൽ അവരൊക്കെ സംസ്ഥാനത്ത് കുടുംബശ്രീ മിഷന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന വെജിറ്റബിൾ കിയോസ്ക് എളവള്ളി ചിറ്റാറ്റുകരയിൽ ആരംഭിച്ചു. സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്കായി മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ചിറ്റാറ്റുകര പോൾ മാസ്റ്റർ പടിക്ക് സമീപം നിർമ്മിച്ച കെട്ടിടമാണ് സൗജന്യ വാടകയിൽ കിയോസ്കിനായി ഉപയോഗിക്കുന്നത്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് പ്രവർത്തന സമയം. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ വെജിറ്റബിൾ കിയോസ്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് ആദ്യ വിൽപ്പന നടത്തി. ജനപ്രതിനിധികളായി ബിന്ദു സത്യൻ, ലീന ശ്രീകുമാർ, NP ജയ, ചെറുപുഷ്പം ജോണി, ശ്രീവിത ഷാജി, MP ശരത് കുമാർ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ഷീല മുരളി തുടങ്ങിയവർ സംസാരിച്ചു. ഭക്ഷണം വിശക്കുന്നവന്റെ അവകാശമാണെന്ന് മനസ്സിലാകുന്നിടത്താണ് സമൂഹത്തിന്റെ സംസ്കാരം ആരംഭിക്കുന്നതെന്ന് അഞ്ചപ്പം ട്രസ്റ്റ് രക്ഷാധികാരി ഫാദർ ബോബി ജോസ് കട്ടിക്കാട് അഭിപ്രായപ്പെട്ടു. അന്നവും അക്ഷരവും ആദരവോടെ എന്ന ലക്ഷ്യത്തോടെ വെങ്കിടങ്ങ് പഞ്ചായത്തിലെ മേച്ചേരിപ്പടിയിൽ ആരംഭിച്ച അഞ്ചപ്പം ഭക്ഷണശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശക്കുന്ന ഏവർക്കും സ്വന്തം വീട്ടിലെന്ന പോലെ എവിടെ നിന്നും ഭക്ഷണം ലഭ്യമാകും. അഞ്ചപ്പം വെങ്കിടങ്ങ് യൂണിറ്റ് പ്രസിഡന്റ് ജോൺസൺ എലുവത്തിങ്കൽ അധ്യക്ഷനായിരുന്നു. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ, വൈസ് പ്രസിഡന്റ് മുംതാസ് റസാഖ്, ജനപ്രതിനിധികളായ AT അബ്ദുൾ മജീദ്, RV മൊയിനുദ്ദീൻ, ജസി റാഫേൽ, പാവറട്ടി പോലീസ് സ്റ്റേഷൻ SHO ആന്റണി ജോസഫ് നെറ്റോ, വെങ്കിടങ്ങ് ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രുതി ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടുള്ള സർക്കാർ അവഗണനയിലും പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിലും പ്രതിഷേധിച്ച് UDF ഗുരുവായൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം ആരംഭിച്ചു. പടിഞ്ഞാറെ നടയിൽ ആരംഭിച്ച സമരം KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് RV അബ്ദുൾ റഹീം അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ തോമസ് ചിറമൽ, OKR മണികണ്ഠൻ, ആൻഡോ തോമസ്, ജോയ് ചെറിയാൻ, R രവികുമാർ, KV ഷാനവാസ്, പ്രതീഷ് ഓടാട്ട്, MF ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. സമാപന സമ്മേളനം ശനിയാഴ്ച രാവിലെ DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് TS അജിത്ത് ഉദ്ഘാടനം ചെയ്യും. ആ 1 കോടി രൂപയോലും കൊടുക്കാത്ത പിണറായി വിജയൻ ഗവൺമെന്റിന് ഗുരു സ്ഥലത്ത് വ്യാപക സമരത്തിന് ഉദ്ഘാടനം 7 മണിക്ക് എങ്കിലും സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം പ്ലാൻ ഫണ്ട് നൽകാതെ കൊണ്ടിരിക്കുന്നത്. പഴഞ്ഞി ഫുട്ബോൾ ഫ്രണ്ട്സിന്റെ 45ാമത് ജനകീയ ഫുട്ബോൾ മേള ഞായറാഴ്ച പഴഞ്ഞി ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ ആരംഭിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. പഴഞ്ഞി ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ സ്ഥിരം ഗ്യാലറിയിലിരുന്ന് കളി കാണാൻ കഴിയുന്ന വിധത്തിലാണ് ഗ്രൗണ്ട് ക്രമീകരിച്ചിരിക്കുന്നത്. 24 ടീമുകൾ പങ്കെടുക്കും. എല്ലാ ദിവസവും വൈകിട്ടാണ് ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രവേശനം സൗജന്യമാണ്. മുൻ കേരള ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ CV പാപ്പച്ചൻ ഫുട്ബോൾ മേള ഉദ്ഘാടനം ചെയ്യും. ഭാരവാഹികളായ MM ബിൽസൺ, C ഗിരീഷ് കുമാർ, സാബു ഐരൂർ, ബാബു പള്ളിക്കര എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
പഞ്ചായത്തുകളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച് വികസന മുരടിപ്പ് സൃഷ്ടിച്ച് പിണറായി വിജയൻ സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച രാപ്പകൽ സമരം മുൻ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷനായി. UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ PS സുനീഷ്, K ഗോവിന്ദൻകുട്ടി, NK കബീർ, MC ഐജു, ചന്ദ്രപ്രകാശ് ഇടമന, റീന വർഗീസ്, KR രാധിക, സെഫീന അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്തുകളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച് ഗ്രാമീണ വികസനത്തെ ഇല്ലാതാക്കുന്നതിൽ പ്രതിഷേധിച്ച് UDF മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ രാപ്പകൽ സമരം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് സനൌഫൽ വാടാനപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ആഞ്ഞപ്പള്ളി അധ്യക്ഷനായി. പൊയ്യ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ബൈജു കണ്ടപ്പശ്ശേരി അധ്യക്ഷനായി. കുഴൂരിൽ നടന്ന സമരം DCC ജനറൽ സെക്രട്ടറി EA അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സാജു മണവാളൻ അധ്യക്ഷനായി. എളവള്ളി മണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തി. KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട് രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ചെയർമാൻ പ്രസാദ് വാഗ അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി, ജില്ലാ കോൺഗ്രസ് സെക്രട്ടറി V വേണുഗോപാൽ, AD സാജു, ജെയ്സൺ ചാക്കോ, MM ഉമർ, TP ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഇടതുപക്ഷ സർക്കാരിനെതിരെ UDF വെങ്കടങ്ങ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രാപ്പകൽ സമരം തുടങ്ങി. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA റഷീദ് രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PP സ്റ്റീഫൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി VG അശോകൻ, UDF നേതാക്കളായ അസ്കർ അലി തങ്ങൾ, അക്ബർ അലി, മഹേഷ് കാർത്തികേയൻ, മണികണ്ഠൻ മഞ്ചരമ്പത്ത്, CD ജോസ്, K വാസു തുടങ്ങിയവർ സംസാരിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച് വികസന മുരടിപ്പ് സൃഷ്ടിക്കുന്നുവെന്നാരോപിച്ച് സംസ്ഥാന സർക്കാരിനെതിരെ UDF ഇരിഞ്ഞാലക്കുട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തി. ഇരിഞ്ഞാലക്കുട ആൽത്തറ പരിസരത്ത് നടന്ന സമരം അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് CS അബ്ദുൽ ഹക്ക് അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ്, DCC ജനറൽ സെക്രട്ടറി സതീഷ് വിമലൻ, TV ചാർലി, PT ജോർജ്, സിജു യോഹന്നാൻ, K വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. സർക്കാരിന്റെ കുഴപ്പം കൊണ്ട് അല്ലെങ്കിൽ മറ്റേത്ര സാങ്കേതിക പിശക് കൊണ്ട് തദ്ദേശ ലഭിച്ചിട്ടില്ലെങ്കിൽ അത് ലഭിക്കുന്നതിനാവശ്യമായ ലഹരി മാഫിയക്കെതിരെ CPM കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് 4-ന് അക്കിക്കാവ് മുതൽ കടവല്ലൂർ വരെ പ്രതിരോധ മനുഷ്യച്ചങ്ങല തീർക്കുമെന്ന് CPM ജില്ലാ കമ്മിറ്റി അംഗം M ബാലാജി, ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ എന്നിവർ അറിയിച്ചു. ലഹരി മാഫിയയുടെ പ്രവർത്തനം ശക്തമായി കൈകാര്യം ചെയ്യാൻ പെരുമ്പിലാവ് കേന്ദ്രീകരിച്ച് പോലീസ് സ്റ്റേഷൻ ആരംഭിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. CPM നേതാക്കളായ MN മുരളീധരൻ, KE സുധീർ, KB ജയൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ മാധ്യമപ്രവർത്തകൻ ജനു ഗുരുവായൂരിനെ അനുസ്മരിച്ചു. അനുസ്മരണ സമ്മേളനം മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് R ജയകുമാർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി, കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി, VP ഉണ്ണികൃഷ്ണൻ, കല്ലൂർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയതായിട്ട് വന്നു. ആ കാലത്ത് അഖില കേരള ധീവര സഭ തൃശൂർ ജില്ലാ സമ്മേളനം വലപ്പാട് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഞായറാഴ്ച നടക്കുന്ന സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി V ദിനകരൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി PV ജനാർദ്ദനൻ, ജില്ലാ പ്രസിഡന്റ് KV തമ്പി, സെക്രട്ടറി TV ശ്രീജിത്ത്, ട്രഷറർ വെങ്കിടേഷ്, വൈസ് പ്രസിഡന്റ് ദിവാകരൻ കുറുപ്പത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് പക്ഷികൾക്ക് കുടിവെള്ളം നൽകാനുള്ള മൺപാത്രങ്ങൾ വിതരണം ചെയ്തു. ശ്രീമൻ നാരായണൻ മിഷൻ വഴിപാടായി സമർപ്പിച്ച 5001 മൺപാത്രങ്ങളാണ് ഭക്തജനങ്ങൾക്ക് സൗജന്യമായി നൽകിയത്. കിഴക്കേ ഗോപുര കവാടത്തിന് മുന്നിൽ നടന്ന ചടങ്ങിൽ ആലുവ മുപ്പത്തടം സ്വദേശിയെ ശ്രീമൻ നാരായണനിൽ നിന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ മൺപാത്രങ്ങൾ ഏറ്റുവാങ്ങി. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ
കെ പി വിനയൻ, ആരോഗ്യ വിഭാഗം മേധാവി MN രാജീവ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ക്ഷേത്രസന്നിധിയിൽ താലികെട്ടിയ നവദമ്പതിമാർക്കും മൺപാത്രങ്ങൾ വിതരണം ചെയ്തു. കഴിഞ്ഞ 13 വർഷത്തിനിടയിൽ 1,60,000 മൺപാത്രങ്ങളാണ് ശ്രീമൻ നാരായണൻ മിഷൻ വിതരണം ചെയ്തിട്ടുള്ളത്. ഇതുവരെ നമ്മൾ 1,60,000 മൺപാത്രങ്ങൾ കൊടുത്തു കഴിഞ്ഞു. ഈ വർഷം ഈ 2025 40,000 മൺപാത്രങ്ങൾ കൂടി കൊടുത്തു. GMR ഗ്രൂപ്പ് ചെയർമാൻ ശ്രീനിവാസ ബൊമ്മി ഡാല ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെയായിരുന്നു ക്ഷേത്ര ദർശനം. 30-ലധികം വരുന്ന സംഘത്തോടൊപ്പം ക്ഷേത്രത്തിലെത്തിയ അദ്ദേഹത്തെ ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കലിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. ദർശനത്തിന് ശേഷം അരി, നെല്ല്, കുന്നിക്കുരു, ശർക്കര, കൽക്കണ്ടം തുടങ്ങി 14 ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് തുലാഭാരവും നടത്തി. ഗുരുവായൂർ ACP TS സനോജിന്റെ നേതൃത്വത്തിൽ പോലീസും BSF ജവാന്മാരും നേവി ഉദ്യോഗസ്ഥരും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,400 രൂപ, പവന് 67,200 രൂപ. വെള്ളി ഗ്രാമിന് 106 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,480 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലുമായി കൂടിക്കാഴ്ച നടത്തി. വഖഫ് ബിൽ ചരിത്ര നിമിഷമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ. ചാലക്കുടി ദേശീയപാതയിൽ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഗതാഗത പരിഷ്കാരം ശനിയാഴ്ച മുതൽ നടപ്പിലാക്കും. ചിറങ്ങര അടിപ്പാത നിർമ്മാണത്തെ തുടർന്നുള്ള ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനായാണ് പരിഷ്കാരം. മാള അമ്പഴക്കാട് 6 ആടുകളെ കൂട്ടിൽ ചത്ത നിലയിൽ കണ്ടെത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമേ ആടുകൾ ചത്ത കാരണം വ്യക്തമാവുകയുള്ളൂവെന്ന് മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർ. ആനക്കുണ്ട് ബണ്ട് നിർമ്മാണം വികസനം പാതിവഴിയിൽ നിലച്ചു. കാട്ടകമ്പാൽ, പോർക്കുളം പഞ്ചായത്തുകളിലായി കിടക്കുന്ന ആനക്കുണ്ട് ബണ്ടാണ് അധികൃതരുടെ അനാസ്ഥ മൂലം പാതിവഴിയിൽ നിലച്ചത്. പ്രളയത്തിൽ ഒലിച്ചുപോയ തെക്കുംകര പട്ടിയാംകുന്ന് പാലത്തിന്റെ നവീകരണം വൈകുന്നു. തുടർ നടപടിയെടുക്കാതെ കരാറുകാരനും ഇറിഗേഷൻ വകുപ്പും. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.